ഹലോ, നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരറ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 2026 വേണ്ടിയിട്ട്. അതിലത്തെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ 6 കൂറുകളാണ് നോക്കിയത്. ഇതിൽ 3 കൂറുകളാണ് നോക്കുന്നത്. ഇനി ഇതിന്റെ മൂന്നാം ഭാഗത്തിലെ ബാക്കിയുള്ള 3 കൂറുകളും കൂടെ നോക്കും. അപ്പോൾ നിങ്ങളുടെ നാളെ അനുസരിച്ച് നിങ്ങൾ ഏത് കൂറിലാണോ വരുന്നത് അതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്ന 3 കൂറുകൾ കുംഭക്കൂറ്, മീനക്കൂറ്, മേടക്കൂറ്. ഈ 3 കൂറുകളിലുള്ള ആളുകളുടെ അവരെങ്ങനെയാണ് 2026 തയ്യാറാകേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുംഭക്കൂറിലുള്ളവർക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ നാള് പ്രകാരം നിങ്ങൾ കുംഭക്കൂറിലാണ് വരുന്നതെങ്കിൽ ഈ 2026 പ്രവേശിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് നോക്കാം. അപ്പൊ 3 പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഈ 3 മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ ഈ ഒരു 2026 മുഴുവനായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോഴാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച വർഷങ്ങളിൽ ഒന്നാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, Five of Swords, clarify the Five of Swords, Page of Cups, clarify the Page of Cups, ഓക്കെ. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യമേ പറയുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഉള്ളവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ കുടുംബത്തിനുമായിട്ട് ഒരു സാമ്പത്തിക സമൃദ്ധി, സാമ്പത്തിക ഭദ്രത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനൊത്ത അവസരങ്ങൾ നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്ത് അല്ലെങ്കിൽ പണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പരിഭ്രാന്തരാവാതിരിക്കുക. ഓക്കെ. പരിഭ്രമിക്കാതിരിക്കുക. ഇങ്ങനെ അതെപ്പോഴാണ് നടക്കുക, നടന്നില്ലെങ്കിലോ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നു. അങ്ങനത്തെ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലോ ഭാവിയിലും ഇതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലോ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ വളരെയധികം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പ്രവണത നിങ്ങൾ മാറ്റിയെടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന അവസരങ്ങൾ പോലും കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങൾ ആദ്യം ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാം. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും വേണം. നിങ്ങൾ ഓരോ പൈസ ചെലവാക്കുമ്പോൾ അത് അത്യാവശ്യമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ആഗ്രഹ സബലീകരണം ആണെങ്കിൽ പോലും അതൊരു ധൂർത്തല്ല, അനാവശ്യ ചെലവല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. എന്നാൽ ആവശ്യങ്ങൾ നടക്കുകയും വേണം. ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാന്ന് പറയില്ലേ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അതാണ് നിങ്ങളിൽ വരുത്തേണ്ട ഒരു മാറ്റം. സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ അതൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മാസം ഒരു 100 രൂപയെങ്കിൽ 100 രൂപ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും സേവ് ചെയ്യുന്നതിനും പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. ഓക്കെ. ആ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പരിശ്രമിച്ച് തുടങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ ഈ നിക്ഷേപങ്ങളെ കുറിച്ച് ഒക്കെ നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ശരിയായ അറിവുകൾ നേടുക. അതനുസരിച്ച് നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന റിസ്ക് ഉള്ള എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് കണ്ടെത്തുക. അതിലൊക്കെ നിക്ഷേപിക്കാനായിട്ട് ചെറിയ തുകകളിലാണെങ്കിൽ പോലും നിക്ഷേപിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നു. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിക്ഷേപങ്ങളിലും സേവിങ്സിലും ഒക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. സ്പെൻഡ് ചെയ്യേണ്ടെന്നല്ല പറയണേ, അനാവശ്യമായിട്ടുള്ള ചെലവുകളെ മാറ്റി നിർത്തുക. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നത് ഓക്കെയാണ്. അതുപോലെ ഒരു എന്താ പറയുക ഓരോന്നിനും ഇത്ര പൈസ എന്ന് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പോൾ എന്താ പറയാ ഒരു സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിൽ ഇത്ര നിങ്ങളുടെ ചെലവുകൾ, അതായത് അവശ്യ ചെലവുകൾ ഉണ്ടാവുമല്ലോ, നിർബന്ധിത ചെലവുകളുണ്ട്, ബില്ല് കാര്യങ്ങൾ പോലുള്ളത്, റെന്റ് പോലുള്ളത്, അതിനൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള പൈസയിലാണ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ, അല്ലെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനൊക്കെ നമ്മൾ അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഓക്കെ. നമ്മളുടെ മനസ്സിന്റെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെ ചെലവാക്കുന്ന പൈസയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ.
അപ്പൊ അത് നിങ്ങൾ ആ വെക്കുന്ന എമൗണ്ട് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓരോന്നിനും മാറ്റി വെക്കുക. അതിൽ കൂടുതൽ ചെലവാക്കാതെ നോക്കുക. പറ്റുമെങ്കിൽ അതിന്റെ ഉള്ളിൽ ചെലവാക്കിയിട്ട് ഒരു 10 രൂപയെങ്കിൽ 10 രൂപ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മനസ്സിലായോ? ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ നെഗറ്റീവ് തോട്ട്സ് പണവുമായി ബന്ധപ്പെട്ട് ഭാവിയിലും ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലോ, പൈസ ഇല്ലാണ്ടിരിക്കും, പൈസ ഉണ്ടാവണില്ല, പൈസ നഷ്ടപ്പെടുന്നു, പൈസ ചെലവാക്കുമ്പോൾ പൈസ നഷ്ടപ്പെടുന്നു, ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങൾ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതേ ഇതേ ഡയലോഗ് ഞാൻ ഇതിന് മുന്നേ ഇതേ ഒരു പോയിന്റ് ഇതിന് മുന്നേ ഞാൻ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം. എനിക്ക് പെട്ടെന്ന് ആ ഒരു ഡെജാവു ഫീൽ ഉണ്ടായി ഇപ്പൊ തന്നെ. അപ്പം നമ്മള് പൈസ ചെലവാകുമ്പോ പരിഭ്രമിച്ചു കഴിഞ്ഞാൽ അയ്യോ പൈസ ആവാണല്ലോ അങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ പൊക്കോണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇനി പൈസ ഒന്നും വരാനില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ എനിക്ക് ലഭിക്കില്ല, ഇതിൽ കൂടുതൽ ഒരു സാമ്പത്തിക ഉയർച്ച എനിക്ക് ഉണ്ടാവില്ല എന്ന എന്താ പറയണ്ടേ ഉപബോധ മനസ്സിലെ ഒരു ശക്തമായ വിശ്വാസം കൊണ്ടാണ് നമുക്ക് ആ ഭയം വരുന്നത്. ആ വിശ്വാസത്തിനെയാണ് മാറ്റേണ്ടത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പണം എന്നിലേക്ക് വരും, എനിക്ക് ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന അവസരങ്ങൾ എന്നിലേക്ക് വരും. അങ്ങനത്തെ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കണം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്തായാലും വേണം. സേവിങ്ങിലും ഇൻവെസ്റ്റ്മെന്റിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. പക്ഷേ അതേസമയം ഈ നെഗറ്റീവ് ചിന്തകൾ, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ, അത് അനാവശ്യമായിട്ടുള്ള പിശുക്കുകൾ അത് ഒഴിവാക്കുക. നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. അതിന് താഴെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അതൊട്ടും ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഒരു മാറ്റമെങ്കിലും ജീവിതത്തിൽ ആ ഉയർച്ചയ്ക്ക് അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയതിലും പിശുക്ക് പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഗെയിൻ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതൽ ഇനി പണമൊന്നും ലഭിക്കാനില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിശുക്ക് പിടിച്ച് ജീവിക്കുന്നത് എന്നാണ്. അപ്പൊ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനി അടുത്ത സന്ദേശം അല്ലെങ്കിൽ അടുത്ത മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. Clarify the Three of Pentacles. Clarify the Tower. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ നാളായി ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ അത്തരത്തിലൊരു അവസരം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്നായിരിക്കും എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിരിക്കും ആ ഒരു അവസരം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അത് വരുമ്പോൾ അവിടെ ഭയപ്പെട്ട് പകച്ചു നിൽക്കാതെ ആത്മവിശ്വാസത്തോടെ ആ അവസരത്തിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പം നിങ്ങളോട് പ്രത്യേകം പറയുന്നത് അതാണ്. അതായത് ഈ ഒരു അവസരങ്ങൾ വരുമ്പോൾ അത് ത്രൂ ഔട്ട് ആ ഒരു ഇയറിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പോളിസി അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അത് മികച്ചതാക്കാൻ, കരിയറിൽ വളർച്ച ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ കൂടുതൽ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വരുമ്പോൾ അവിടെ രണ്ട് കൈ നീട്ടി നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അത് സ്വീകരിക്കാൻ പറ്റണം. എന്നെക്കൊണ്ട് ഈ ഒരു അവസരം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇതിനുള്ള കഴിവ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല, ഞാനത് സ്വീകരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ, ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഉള്ളിൽ ഉണ്ടാകുന്ന നാച്ചുറലി അങ്ങനെ വരുന്ന ഒരാളാണ് എങ്കിൽ അത്തരം ഒരു ചിന്തയുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, ചിന്തിക്കുന്ന ഒരു രീതി, ആ ഒരു പാറ്റേൺ നിങ്ങൾ മാറ്റണം. അത് മാറ്റണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. അതാണ് നിങ്ങളോട് പറയുന്നത്. വളരെയധികം ഒരു എന്താ പറയുക, കരിയർ സ്പേസിൽ ആ ഒരു ഇമോഷണൽ ലോജിക്കൽ ബാലൻസ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണം എപ്പോഴും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് കടത്തുന്നതാണ് എന്ന് തോന്നുന്ന എന്താ പറയുക അവസരങ്ങളായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിലേക്ക് ഒരു ഗ്രോത്ത് അത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കരിയറിലും ഒക്കെ അത് ഗുണമാണ് എങ്കിൽ അതിനെ നിങ്ങൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അതിനാദ്യം നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്, നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. എല്ലാത്തിലുപരി നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. അപ്പൊ അത് വളർത്തിയെടുക്കാനായിട്ട് നിങ്ങളോട് ശ്രമിക്കാൻ പറയുന്നു. പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ഒരു മാറ്റത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരത്തെ നടന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിന് നേരം വൈകി നടന്നു എന്നുള്ള കാരണം കൊണ്ട് അതിനെ തള്ളിക്കളയുകയോ അതിനെ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യരുത്.
Clarify the Hanged Man. Clarify the Ten of Cups. Clarify the Eight of Cups. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമതായി കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് കാര്യമായൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് 2026 ഓക്കെ കടക്കുമ്പോൾ. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോഴത്തെ കുടുംബ ബന്ധത്തിൽ ഇപ്പോൾ കറന്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത റിലേഷൻ, ഓക്കെ, ഏതൊക്കെ ബന്ധുക്കൾ അല്ലെങ്കിൽ വ്യക്തികളാണോ ഒരുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, മനസ്സിന് ഉള്ള സമാധാനം നഷ്ടപ്പെടുക, കൂടുതൽ ആശങ്ക ഉണ്ടാവുക, വിഷമം ഉണ്ടാവുക, വേദനിപ്പിക്കുന്ന ഓക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുന്ന ആളുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ബന്ധുക്കളുണ്ട് ഓക്കെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവരിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എന്നിട്ട് വേണം നിങ്ങൾ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ കൂടുതൽ ഒരു സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങളും കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവാൻ സാധ്യത കൂടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ബന്ധങ്ങൾ, അവസാനിപ്പിക്കേണ്ട ബന്ധങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച ആളുകൾ ഇനിയും അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. അത് അവസാനിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ അതിന് വേറൊരു കൺഫർമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു അവസരത്തിനായിട്ട് കാത്തുക്കാതിരിക്കുക. അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഇനിയൊരു അവസരം അവർക്ക് കൊടുക്കാതിരിക്കുക. ആ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. അതിന് ഇനി ഒരു ചർച്ചയുടെയോ അല്ലെങ്കിൽ വീണ്ടും വിചാരത്തിന്റെ അല്ലെങ്കിൽ വീണ്ടും അനലൈസ് ചെയ്യേണ്ട ഒരു അവലോകനത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത് അവസാനിപ്പിക്കേണ്ട ബന്ധങ്ങളാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്, ഓക്കെ, പകൽ പോലെ വ്യക്തമാണ് ഈ ബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം അത്രയുമേൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ട് അവരിൽ നിന്ന്. എന്നിട്ടും ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതേ അനുഭവങ്ങൾ അടുത്ത വർഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ വേണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ബന്ധങ്ങളെ ഇവിടെ അവസാനിപ്പിക്കുക. ഈ വർഷം അവസാനിപ്പിക്കുന്നതോടുകൂടെ അവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. അങ്ങനെ പോകുമ്പോഴാണ് ലൈഫിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനും നല്ലൊരു എക്സ്പീരിയൻസ് അടുത്ത വർഷത്തിൽ പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാവാനും ഒരു സാധ്യത ഞാൻ കാണുന്നത്. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്ക് പല എക്സ്ക്യൂസസും ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും. അത് ഞാൻ പറയുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള അതൊരു കടുത്ത തീരുമാനമാണ് അല്ലേ, അതിന് ഒരുപാട് ധൈര്യം വേണ്ട ഒരു തീരുമാനമാണ്. ആ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അത് തന്നെയാണ് കാരണം. നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ബന്ധുക്കളൊക്കെ നമ്മൾ അകറ്റാതെ നിർത്തുന്നതിന് എപ്പോഴും എന്താ പറയുക, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൂട്ടിക്കോളൂ. എപ്പോഴും പറയുന്ന റീസൺ എന്താണ്? നാളെ ഒരു ആവശ്യം വന്നാൽ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ മണ്ടത്തരം? നിങ്ങളെ ഒരു പ്രശ്നമില്ലാത്തപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സഹായം ചോദിച്ചാൽ നിങ്ങൾ അവർ സഹായിക്കുമെന്ന് വിചാരിക്കുന്നതാണോ മണ്ടത്തരം? അല്ലേ? അതാണ്. കാരണം അവരുണ്ടാവില്ല. അല്ലാതെ തന്നെ അവർ നിങ്ങളെ ഉപദ്രവിക്കാനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരതിൽ ആനന്ദിക്കല്ലേ ചെയ്യുക? അല്ലാതെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാനാണോ ശ്രമിക്കുക? ഒരിക്കലും അല്ല. അത് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ശക്തി കിട്ടും. പിന്നെ നിങ്ങളുടെ കൂടെ നല്ല ആളുകളെ മാത്രം, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നല്ല അനുഭവങ്ങൾ തരുന്ന ആളുകളെ മാത്രം നിങ്ങളുടെ കൂടെ നിർത്തുമ്പോഴാണ് അത്തരത്തിലുള്ള ആളുകൾ, ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. നിങ്ങൾ ഉപദ്രവിക്കുന്ന ആളുകളെ നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും അവരെ കൂടെ നിർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉപദ്രവിക്കുന്ന, നിങ്ങളുടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അത് എപ്പോഴും ഓർക്കുക. ഇതൊക്കെ ഏത് എനർജി ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഏത് എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നു, ഏത് എനർജിനെ നമ്മൾ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്നു, ആ എനർജിയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. അത് ഏതൊരു കാര്യത്തിലും. അപ്പൊ ഈ കാര്യം ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത വർഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി
നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 2026 ഒരു ടാരോ ഗൈഡൻസ് പാക്കേജ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം. ലിമിറ്റഡ് സ്ലോട്ട്സ് ആണുള്ളത്. 5 സ്ലോട്ടാണ് ഒരു ദിവസം ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പാക്കേജിൽ ലഭ്യമാകുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിൻഡ് കമന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വില വിവരങ്ങൾ അറിയണമെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ടും സ്ലോട്ട്സ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ DM ചെയ്യേണ്ടതാണ്. വാട്സപ്പിന്റെ ഡീറ്റെയിൽസ് ഇമെയിൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യുക. ആ നമ്പറിൽ ദയവ് ചെയ്ത് ഫോൺ വിളിക്കാതിരിക്കുക, കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത കൂറുകാരുടെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. അപ്പം നിങ്ങളുടെ നാളെ പ്രകാരം ജന്മനക്ഷത്ര പ്രകാരം നിങ്ങൾ മീനക്കൂറിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എങ്ങനെയാണ് 2026 പ്രവേശിക്കുന്നതിന് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ആദ്യത്തെ മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. മീനക്കൂറിൽ ജനിച്ചവർക്കുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം നമുക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്, ദ സ്റ്റാർ, clarify the star, ten of swords, clarify the ten of swords, nine of cups. അപ്പൊ ആദ്യമേ നിങ്ങളോട് ഹീലിംഗ് എനർജീനെ കുറിച്ചിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്കതറിയാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്ന് കാണുന്നു. കാരണം ടെൻ ഓഫ് സോർട്സ് കാണിക്കുന്നത് നിങ്ങൾ നേരിട്ടിട്ടുള്ള വളരെയധികം നിങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങളുടെ ഒരു പ്രതീകമാണ് ഈ ടെൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഈ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുറിവുകൾ അത് ഹീലാവാതെ, അത് ഈ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആകാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അസാധ്യമാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ഹീലിംഗ് അവിടെ നടക്കണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, ഓക്കെ, അത് എന്ത് വേണമെങ്കിലും ആവാം. പ്രാർത്ഥന ആയിരിക്കാം, നാമജപം ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹീലിംഗിൽ ഫോക്കസ് ചെയ്ത് ഫോർഗീവ്നെസ് മെത്തേഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹോപ്പനോപ്പനോ പ്രയർ, അതൊരു ഹീലിംഗ് മെത്തേഡാണ്, സ്പിരിച്വൽ ആക്ടിവിറ്റി ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ അത് സ്ഥിരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയാ ഈ പറയുന്ന ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു ഇന്റൻഷൻ വെക്കണം. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള നിങ്ങൾക്ക് വേദനിപ്പിച്ച, നിങ്ങളെ മുറിവേൽപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് വിടുതൽ ലഭിക്കണം. ഈ മുറിവുകളും വേദനകളിൽ നിന്നും എനിക്കൊരു ഹീലിംഗ് ഉണ്ടാവണം, കംപ്ലീറ്റ് ഹീലിംഗ് ഉണ്ടാകണം. അതുവഴി ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ് തേടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹമാണ് നിങ്ങൾ തേടേണ്ടത്. അങ്ങനെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് നിങ്ങളോട് പറയുന്നു, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അത് നിരന്തരം നിങ്ങൾ ചെയ്തിരിക്കണം. അതിപ്പോൾ മാത്രമല്ല 2026 നിങ്ങൾ അത് ചെയ്തിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നടക്കാനും ഒക്കെ ഒരു സാധ്യത കാണുന്നത്. ആ ലൈഫ് കൂടുതൽ സംതൃപ്തി ഉള്ളതാകുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇത് ഹീലാകാതെ ഇത് പോസിബിൾ അല്ല. ടെൻ ഓഫ് സോർട്സ് പോകാതെ നയൻ ഓഫ് കപ്സ് വരില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിന്റെ സിറ്റുവേഷൻ. അപ്പൊ അത് വരണമെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. മാത്രമല്ല ഭാവിയെ കുറിച്ച് എപ്പോഴും ഒരു പ്രതീക്ഷയിലാണ് ആ ഭാവിയെ നോക്കി കാണേണ്ടത്. എപ്പോഴും ഭാവിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. തമാശക്ക് പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. നമ്മുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെ പവർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയി പറഞ്ഞാൽ, അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിപ്പീറ്റഡ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും. എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പവർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് മാക്സിമം നമ്മുടെ ഗുണത്തിന് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഭാവിയിലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ പറയാം. അങ്ങനെ പറയുന്നതോട് കുഴപ്പമില്ലല്ലോ. നെഗറ്റീവായിട്ട് പറയാമെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് പറയാലോ. അപ്പോൾ ആ ചോയ്സ്, ആ ഒരു തീരുമാനം നിങ്ങൾ മാറ്റുക. നെഗറ്റീവായി പറയുന്നത് നിർത്തുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഓക്കെ, അത് ചുറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചോട്ടെ, അവരെന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ,
Clarify the Nine of Swords. Clarify the Nine of Wands. Clarify the Four of Wands. രണ്ടാമതായി നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം ഉണ്ടാകുന്നതിന് ആ ഒരു പുരോഗതി ഉണ്ടാവുന്നതിന് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പുതിയ അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലായിട്ട് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അടുത്ത വർഷം സംഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ട് ഈ കാട് കയറി ചിന്തിച്ച് പോകുന്നതിന് പകരം ആക്ഷൻസ് എടുക്കുക. ഓക്കെ, ധൈര്യസമേതം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ ഇരുന്നല്ലോ, ഇനി എങ്ങനെ മാറ്റം വരും, ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന് ആലോചിച്ചിരുന്നുണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന റിസ്ക് ഉണ്ട്, അങ്ങനെ ആലോചിച്ച് പോകുന്നതിന് പകരം ആക്ഷൻ എടുക്കൂ. ഇവിടെ ആക്ഷന്റെ കുറവുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഓവർ തിങ്കിങ് നിർത്തുക. അതിലൊരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സമാധാനം പോകും, നിങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരുപാട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കാലാകാലങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് ആരോഗ്യത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അത് വരണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നിർത്തുക, ഓവർ തിങ്കിങ് നിർത്തുക. അതിന് നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കണക്റ്റഡ് ആണ് മെസ്സേജസ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. അപ്പോഴാണ് ഈ ഓവർ തിങ്കിങ്ങിൽ ഒരു കൺട്രോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഈ തടസ്സങ്ങളെ നിങ്ങൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിജയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഫ്രഷ് എനർജി അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത വർഷം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അത് ഏതൊരു മേഖലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുന്നതാണ്. പക്ഷെ അവിടെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ധൈര്യസമേതം നിങ്ങൾ ആ തടസ്സങ്ങളെ ഫേസ് ചെയ്യുക, അതിനെ മറികടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ വിജയം കണ്ടിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാവണം. ആലോചിച്ചിരിക്കാതെ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കണം. അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ട കൊണ്ടുവരേണ്ട ഒരു മാറ്റം. ഓക്കെ, ഈ വർഷത്തിൽ കൂടുതൽ സമയം നിങ്ങൾ ചിന്തിച്ചാണ് സമയം കളഞ്ഞിരിക്കുന്നത്. അതല്ല ഇനി വേണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് വേണം? ആക്ഷൻ. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എവിടെ എടുക്കണം, എന്തെടുക്കണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ വിജയത്തിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കും. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഗൈഡൻസ്. കുറച്ചും കൂടെ നോക്കി വെച്ചാൽ എല്ലാ കാർഡ്സും കാണാൻ പറ്റും. ലാസ്റ്റത്തെ അഡ്വൈസ് നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഏതെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ അത്രയും പരിശ്രമിച്ച് ഒരു റിസൾട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം വരാത്ത, ഒരു വളർച്ച ഇല്ലാത്ത ഒരു മേഖല നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ, ഒരു പുരോഗതി ഇല്ലാത്തൊരു മേഖല ഉണ്ടെങ്കിൽ, അവിടെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ സഹായിക്കുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഓക്കെ, അതിനുള്ള ഒരു സാധ്യത കാണുന്നു. പക്ഷെ അത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ അവിടെ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, എനിക്ക് ഈ കഴിവില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റില്ല, അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളെ വേട്ടയാടുന്നതുമാണ്. ഓക്കെ, അത് രണ്ടും ഒരുപോലെയാണ് വരുന്നത്. അപ്പോ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ചിന്തകളെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ ധൈര്യസമേതം, ഒരു എംപററിനെ പോലെ ധൈര്യസമേതം അവസരങ്ങൾ എടുത്ത്
അതിന് ആത്മവിശ്വാസത്തോടെ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹിച്ച മാറ്റം അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനൊക്കെ പറ്റണമെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടെ അവസരങ്ങൾ സ്വീകരിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഇൻസെക്യൂരിറ്റീസ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. അപ്പൊ അതൊരു ട്രിഗറിങ് പോയിന്റ് പോലെ ചിലപ്പോൾ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ വർഷം നിങ്ങൾക്ക് അതുപോലെ ഒരു അവസരം വന്നിട്ടുണ്ടായിരിക്കും. അത് വന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറെ, അതായത് ഇങ്ങനത്തെ ചിന്തകൾ മൂലം നിങ്ങൾ ചിലപ്പോൾ അവസരത്തിന് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനു വേണ്ടി ആക്ഷൻ എടുത്താൽ പോലും ഈ ചിന്തകൾ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷെ അവിടെ അത് ശരിക്കും നിങ്ങൾക്കൊരു തിരിച്ചറിവ് നേടിത്തന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് സംഭവിക്കുന്നതിന് പ്രധാന തടസ്സം. ഓക്കെ, അപ്പൊ ആ ഒരു മാറ്റം പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. യൂണിവേഴ്സ് അതിങ്ങനെ റെഡി ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സ് റെഡിയാണ്. പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങളിൽ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, ഇൻസെക്യൂരിറ്റീസ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന്, ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാക്കണം. അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അത് നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോഴാണ് 2026 ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിൽ വിജയം കാണുന്നതിനും നിങ്ങളെ സഹായിക്കുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേഗത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ റിലീസ് ആകാത്തതാണ് ഒരു പരിധി വരെ ഈ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ഒരു കാരണം. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെ എപ്പോഴും നമ്മൾ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഹീൽ ചെയ്യാൻ കുറച്ച് ലോങ് പ്രോസസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. നിങ്ങളെ കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് ഒരു ലിസ്റ്റ് എഴുതുക. ഓരോ ഇൻസെക്യൂരിറ്റിയും ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുക. അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ഓക്കെ, അതിനായിട്ടൊരു ബുക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരു ടാരോട്ട് ജേർണൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അത് എഴുതി വെക്കുക. മൂല കാരണം എന്താണ്, ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അത് എഴുതി വെക്കുക. അതിനുശേഷം ഇപ്പോ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. ഓക്കെ, ഇൻസെക്യൂരിറ്റി, അതിനൊരു കാരണം ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ഏതൊക്കെ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ആ ധൈര്യം കാണിച്ച് നിങ്ങൾ പ്രവർത്തിച്ചതിന് അവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു എന്താ പറയാ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. എവിടെയൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ ധൈര്യം കാണിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, അത് പക്ഷെ നമ്മൾ ആലോചിച്ച് നമുക്കത് കണ്ടെത്താൻ പറ്റണം. അത് കണ്ടെത്തുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന സമയത്ത് ഉണ്ടായത്, ഇന്ന കാര്യം ഉണ്ടായത്, അതുവഴി നിങ്ങൾ എന്താണ് നേടിയത് എന്ന് ആലോചിക്കുക, അത് കണ്ടെത്തുക. അപ്പോ അത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവസരം, മിക്കപ്പോഴും ഒന്നിൽ കൂടുതൽ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളിലേക്ക് ഇൻസെക്യൂരിറ്റി കൊണ്ടുവന്നത് ഏതെങ്കിലും ഒരൊറ്റ സമയത്ത് അനുഭവമാണ്, ഒരൊറ്റ അനുഭവമാണ്. ഓക്കെ, അത് കുറച്ച് ഇന്റൻസ് ആയതുകൊണ്ടാണ് ആ ഒരു ഇൻസെക്യൂരിറ്റി കയറിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇത്രയും സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ തെളിവാണ്. അപ്പൊ പിന്നെ ഒരൊറ്റ അനുഭവത്തിന്റെ ബേസിൽ എനിക്ക് ധൈര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ല. ഞാൻ ധൈര്യമുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് ധൈര്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ അവസരങ്ങൾ എന്നുള്ളത് നിങ്ങൾ സ്വയം അതിനെ നിങ്ങളോട് തന്നെ നെറേറ്റ് ചെയ്യാൻ വേണ്ടത്. അങ്ങനെ ഓരോ ഇൻസെക്യൂരിറ്റിക്കും ഈ പറഞ്ഞ പോലെ അത് സംഭവിക്കാനിടയ കാരണം എപ്പോഴാണോ ആ ഇൻസെക്യൂരിറ്റി, അതായത് ഇപ്പോ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം കാണിച്ച സമയങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യം കാണിച്ച സമയങ്ങൾ, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ചുള്ള നറേഷൻ മാറ്റി എഴുതുകയാണ്. ഒരു ജേർണലിംഗ് പോലെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കഴിവുകളൊക്കെ നൽകി നിങ്ങളെ ഈ സൃഷ്ടിച്ച് നിങ്ങൾ ഈ ലോകത്തിലേക്ക് വിട്ടതിനെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതാം. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി റിലീസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, തെറ്റായ ധാരണകൾ, അത് മാറ്റി എഴുതുന്നതായിരിക്കണം. അങ്ങനെ ഒരു നറേഷൻ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് എഴുതി അത് ഡെയിലി വായിക്കുക. ഡെയിലി അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആ ഒരു ഇംപ്രഷൻ ഉള്ളിലേക്ക് ഫിക്സ് ആകുന്നത് വരെ, നിങ്ങളുടെ സബ് കോൺഷ്യസിൽ അത് ഫീഡ് ആകുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി അത് വായിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, എസ്പെഷ്യലി രാവിലെ എണീച്ച് അപ്പം തന്നെ വായിക്കുന്നത് ഏറ്റവും നല്ലത്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളത് 2026 കണ്ടിന്യൂ ചെയ്യുക.
അതൊരു ഹീലിംഗ് ആണ്. അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പറയുന്ന അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് സ്വീകരിക്കാനും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അങ്ങനത്തെ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അപ്പൊ ഇനിയും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നിങ്ങൾക്കുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 2026ലേക്ക് ഞാനൊരു ടാരോ ഗൈഡൻസ് പാക്കേജ് നൽകുന്നുണ്ട്. പേഴ്സണൽ റീഡിംഗ് ആയിട്ടാണ് നൽകുന്നത്. ഒരു ദിവസം 5 ബുക്കിംഗ് ആണ് മാക്സിമം അതിലെടുക്കുള്ളൂ. കുറച്ച് നാളത്തേക്ക് ഈ റീഡിംഗ് ഉണ്ടായിരിക്കുള്ളൂ, ഈ ഒരു സർവീസ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിലെ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും, റീഡിങ്ങിലൂടെ എന്തൊക്കെ ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. താല്പര്യമുണ്ട് നിങ്ങൾക്ക് അതിന്റെ വില വിവരങ്ങളും മറ്റും അറിയണമെങ്കിൽ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. അപ്പം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം നിങ്ങൾ മേടക്കൂറിൽ ജനിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ 2026ലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് മേടക്കൂറിൽ ജനിച്ചവര് ഈ 2026ലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടത്? ഓക്കെ, 4 of Cups നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ 4 of Cups. 2 of Wands. Clarify the 2 of Wands. 2 of Pentacles. Clarify the 2 of Pentacles. 8 of Wands. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിങ്ങളോട് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2026 നിങ്ങൾ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ട്, ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല നല്ല എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് അതിലായിരിക്കണം. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫേവറായി സംഭവിക്കുന്നു എന്നുള്ളതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അതിപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെ എനിക്ക് നടന്നില്ല, എന്തൊക്കെ എനിക്ക് സംഭവിച്ചില്ല, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു, എന്തൊക്കെയാണ് വിജയം കാണാഞ്ഞത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്തൊക്കെയാണ് ഞാൻ നേടിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചത്, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഓക്കെ എന്നുള്ള കാര്യങ്ങളിലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ കയ്യിലാണെന്ന് പറയണേ. ഈ 2 കാർഡും 2 of Wands 2 of Pentacles പറയുന്നത് ഇത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ഒന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട ഒരു എനർജി ഉണ്ട്. രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക. ഓക്കെ, ഇത് ഉപേക്ഷിക്കുമ്പോഴാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് പാസ്റ്റിനെയാണ് കാണിക്കണേ, ഇത് ഫ്യൂച്ചറിനെയാണ് കാണിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു പുരോഗതി, ഒരു അപ്വേർഡ് മൊമെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെയ് ഡൗൺ ചെയ്യുന്ന, ഓക്കെ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക പാസ്റ്റിൽ പിടിച്ചു നിർത്തുന്ന ഒരു നെഗറ്റീവ് എനർജി നിർത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുക. പക്ഷെ ആ തീരുമാനം എടുക്കേണ്ടത് ആരാ? നിങ്ങളാണ്. നിങ്ങൾ ആ തീരുമാനം എടുക്കുമ്പോഴാണ്, അതനുസരിച്ച് നിങ്ങൾ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ നടക്കാതെ പോയതിലും സംഭവിക്കാതെ പോയതിലും നിരാശയായിട്ടിരിക്കുന്നതിന് പകരം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നടന്നു എന്നുള്ളതിൽ ശ്രദ്ധിച്ച് അതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിക്കൊണ്ട് ഓക്കെ മുന്നോട്ട് പോകാൻ പറ്റണം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച് നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ മികച്ചതാണ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് വരെ നിങ്ങൾ അത് കോൺഷ്യസ്ലി നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല, അപ്പൊ നിങ്ങൾ ആദ്യം അത് പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്ത വരില്ല, ആദ്യം ഒരു വിഷമം വരെ, പക്ഷെ നിങ്ങൾ അത് സ്വയം മാറ്റണം. അല്ല, എനിക്ക് ഇത് നല്ലതല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അത് ലഭിക്കാഞ്ഞത്, യൂണിവേഴ്സ് എനിക്ക് ഇതിനേക്കാൾ മികച്ചതാണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ സ്വയം പറയാം. അതങ്ങനെ നിങ്ങൾ അഫേം ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ പോയാൽ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇതിന് നല്ലതാണ് യൂണിവേഴ്സ് വെച്ചിട്ടുള്ളത് എന്ന് വരും. നിങ്ങളത് എന്താ പറയാ കോൺഷ്യസ്ലി പറയേണ്ട ആവശ്യം വരില്ല, അത് ഓട്ടോമാറ്റിക്കലി വരും. അതായത് നിങ്ങൾ സബ് കോൺഷ്യസ്ലി അത് ഫീഡായി എന്നർത്ഥം. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ആ ഒരു സബ് കോൺഷ്യസ്ലി ഫീഡ് ആകേണ്ട വരെ ഒരു പ്രോസസ്സ് തന്നെയാണത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നു. ഇത് നിങ്ങളുടെ കയ്യിലാണ്, ഇത് നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ്. യൂണിവേഴ്സിന് ഇവിടെ ഇടപെട്ട് നിങ്ങളെ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഈ ഷിഫ്റ്റ് സംഭവിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്.
അവിടെ യൂണിവേഴ്സിനെ നിങ്ങൾ അറിയിക്കാനേ പറ്റുള്ളൂ. ഈ മാറ്റം നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനെ നിങ്ങൾ അറിയിക്കാനേ പറ്റുള്ളൂ. ആ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ അതിന് ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് തീരുമാനിച്ച് അത് ഇനി മുതൽ എന്താ പറയാ, എൻ്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത്, എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകുക എന്ന് നിങ്ങൾ തീരുമാനം എടുത്ത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അതാണ് പറയുന്നത്, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്കും ഒരുപാട് നല്ല നല്ല എന്താ പറയുക ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026. അപ്പൊ അത് നടക്കണമെങ്കിൽ, അതിനോട് നിങ്ങൾ കൃത്യമായി അലൈൻഡ് ആകണമെങ്കിൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക, അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. Clarify the King of Cups. Clarify the Strength. Clarify the deck. Thank you. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വർഷം ഇനി അങ്ങോട്ട്, അതായത് 2026 സ്പെഷ്യലി നിങ്ങളായി തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളുണ്ടാവും, ഗുണങ്ങളുണ്ടാവും, അല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളല്ലാതെ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള വ്യക്തികളാണ് എങ്കിൽ, ഓക്കെ, ഞാൻ ഈ സംസാരിക്കുന്നത് അങ്ങനത്തെ ആളുകളോടാണെങ്കിൽ, നിങ്ങളാണ് പ്രത്യേകം, നിങ്ങളായി തന്നെ നിൽക്കണം. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ വേറൊരാളായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. ഈ പീപ്പിൾ പ്ലീസേഴ്സിനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും യെസ് പറയുക, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അവർ ചെയ്തു കൊടുക്കുക. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പ്രീതി കിട്ടണം അതിന് വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഉള്ളില് എപ്പോഴും ചിലപ്പോൾ എന്താ പറയുക, മെറ്റീരിയലിസ്റ്റിക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളൊരു റെസ്റ്റ്ലെസ് എനർജി ഉണ്ടാവും, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളോട് ഒരു അന്യായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു വേറെ വ്യക്തിയായിട്ട് നിന്ന് മടുക്കും. പക്ഷെ നിങ്ങൾക്ക് പഴയ പോലെ ആവാനും പറ്റില്ല. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ പെടും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും, ലോങ് ടേമിൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്, അതിൻ്റെ ഒരു കോൺസിക്വൻസ് അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് എത്ര കാലം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതനുസരിച്ച് അതിൻ്റെ ഒരു കോൺസിക്വൻസിന്റെ ഡെപ്തും കൂടി വരും, അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടി വരും. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇമോഷണൽ ലോജിക്കൽ സൈഡിൽ ഒരു ബാലൻസ് വേണം. നിങ്ങൾ ടൂ മച്ച് ഇമോഷണൽ ആകാനും പാടില്ല, ടൂ മച്ച് ലോജിക്കൽ ആവാനും പാടില്ല. രണ്ടും ഒരു എന്താ പറയുക, ഒരു കൃത്യമായ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. ഏതൊരു സാഹചര്യത്തിലും ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡും ഒരു തുല്യതയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ സൈഡിലും ലോജിക്കൽ സൈഡിലും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അത് ഏതാണ്, എവിടെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ഇമോഷണൽ സൈഡ് നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മുടെ ലോജിക്കൽ സൈഡാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയും പറ്റണം. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ രണ്ട് സൈഡും ഒരു തുല്യമായിട്ടുള്ള രീതിയിൽ, ആ രണ്ട് എനർജിയും തുല്യമായിട്ട് നിൽക്കണം, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അവിടെ ആ ഒരു നിങ്ങളുടെ ഇമോഷണൽ സൈഡിനും ലോജിക്കൽ സൈഡിൻ്റെയും ഒരു കൺട്രോൾ നിങ്ങളിലായിരിക്കണം. ഓക്കെ, ആ നിങ്ങളോട് പറയണു, നിങ്ങളായി നിൽക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ്, ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ, എന്നിട്ട് നിങ്ങളായി തന്നെ നിൽക്കുക. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടില്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടെ, എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾ ആളുകളിൽ എപ്പോഴും ഒരു ഗുഡ് ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ നിൽക്കുക, എപ്പോഴും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഈ പീപ്പിൾ പ്ലീസേഴ്സ് ഉണ്ട്, അപ്പൊ മൊമെന്റൽ ഒരു കുറച്ച് നാളത്തേക്ക് ഈ പീപ്പിൾ പ്ലീസേഴ്സിന് എല്ലാവർക്കും ഇഷ്ടം തോന്നും. പക്ഷെ അവരുടെ ആ ഒരു മുഖംമൂടി ഏതെങ്കിലും ഒരു പോയിന്റ് അഴിഞ്ഞു വീഴും. ഓക്കെ, അപ്പൊ എന്തായാലും അവരോട് തോന്നുന്ന ആ സമയത്ത്, അവരോട് ഈ പീപ്പിൾ പ്ലീസേഴ്സിനോട് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഹെയ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് വളരെ സ്ട്രോങ് വേർഡാണ്. ഒരു ഡിസ്ലൈക്ക് ഉണ്ട്. ഈ കുട്ടി അപ്പൊ ഇങ്ങനെയായിരുന്നു അല്ലേ, അപ്പൊ ഇത്ര നാളും വേറെ രീതിയിൽ നിന്നതാണ്. പക്ഷെ അതേസമയം അവർ നിങ്ങളെ നോക്കുമ്പോൾ ഈ കുട്ടി എന്നും ഒരുപോലെയാണ്,
അവരെന്നും ഒരുപോലെയാണ്. അതാണ് ഭേദം. അതാണ് നല്ലത്. മനസ്സിലായില്ലേ? ലോങ് ടേമിൽ നിങ്ങൾ നിങ്ങളായി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരിക, നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരിക. അതെപ്പോഴും അങ്ങനെയാണ്. എല്ലാത്തിനും മുകളിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന നീതിയാണ് നിങ്ങൾ നിങ്ങളായി നിൽക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയാ റിലാക്സ്ഡ് എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. എളുപ്പമല്ല, എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടില്ല, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളായി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും അവസാനിക്കുന്ന ഒരു വർഷമാണ്. ഓക്കെ, 2026 ഒന്നില്ലെങ്കിൽ 2026 കടക്കുന്നതിന് മുൻപ് ഈ അവസാനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ വർഷത്തിൽ കടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പല പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകും. പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും. അതായത് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ഞാൻ കേൾക്കുന്നു. ആ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. തടസ്സം നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വിട്ടുപോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ പോകാൻ അനുവദിക്കുക. വരുന്ന മാറ്റങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാനും നിങ്ങൾ അനുവദിക്കണം. ഒരു സറണ്ടറിങ് എനർജിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പുനർജന്മം കിട്ടുന്ന രീതിയിലുള്ള തരത്തിലുള്ള മാറ്റം ഈ 2026 നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. ലാസ്റ്റ് മെസ്സേജ് അത്യാവശ്യം ടാറോ കാണുന്നവർക്ക് അറിയാം. ഫുൾ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരൊറ്റ മെസ്സേജാണ് ഈ പല കാർഡുകളിലൂടെ നമ്മളോട് പറയുന്നത്. എന്താണ്? യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഗോ വിത്ത് ദ ഫ്ലോ. അതാണ് നിങ്ങളോട് പറയണത്. ഓക്കെ, ജീവിതം എങ്ങനെ വരുന്നു അതിനെ അങ്ങനെ സ്വീകരിച്ചു പോവുക. കാരണം കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നുണ്ട്. മാറ്റങ്ങൾ, കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പുതിയ തുടക്കങ്ങൾ, പുതിയ അധ്യായങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വർഷമാണ് 2026. ഓക്കെ, അത്രയും മാറ്റങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ, ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ അത് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ? നാമജപമായിരിക്കാം, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നതായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, പിന്നെ മെഡിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് മെത്തേഡ് ആയിരിക്കാം, പിന്നെ ഹോപ്പനോപ്പനോ പ്രയർ ആയിരിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ആ സ്പിരിച്വൽ മെത്തേഡ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും. അതാ എന്ത് തന്നെയാണെങ്കിലും അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ എത്രത്തോളം കണ്ടിന്യൂസ്ലി ചെയ്യുന്നു, നിങ്ങൾ അത്രത്തോളം യൂണിവേഴ്സുമായിട്ട് ഒരു അടുപ്പത്തിലേക്ക് വരികയും ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആകുകയും നിങ്ങൾക്ക് അങ്ങനെ സറണ്ടർ ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഭാവിയെ കുറിച്ചും ഭൂതത്തിനെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഓക്കെ എന്താ പറയാ വളരെയധികം എന്താ പറയാ പ്രസന്റ് മൊമെന്റിൽ ഇന്നിൽ ഫോക്കസ് ചെയ്ത് ആ ഇന്നിൽ നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങളെ അനുഗ്രഹങ്ങളെ ഒക്കെ തിരിച്ചറിഞ്ഞ് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ജീവിതത്തെ ആസ്വദിച്ച് ആ ഒരു ഫ്രീ ആയിട്ട് ആ ഒരു എന്താ പറയാ ഭാവിയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതോ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നതോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതോ ഒരു തരത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ആണത്. മനസ്സിലായോ? അതില്ലാതാകുമ്പോൾ നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു റിലാക്സ്ഡ് എനർജി ഉണ്ട്. അത് അനുഭവിക്കുന്നവർക്കറിയാം. ആ ഒരു സറണ്ടറിങ് എനർജിയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പീസ്, മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സമാധാനം ഉണ്ട്. ആ സമാധാനം അല്ലാതെ കിട്ടില്ല. ആ ഒരു സറണ്ടർ ചെയ്ത് പോകുമ്പോൾ തന്നെ കിട്ടുള്ളൂ. ആ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല ലൈഫ് വളരെയധികം നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും. അതുപോലെ ആ മാറ്റങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് സ്വീകരിക്കാനും ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തായാലും ആ മാറ്റങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അവസാനിച്ചു പോകുന്നതായിക്കോട്ടെ, പുതിയ തുടക്കങ്ങളായിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ആ ഒരു എതിർപ്പില്ലാതെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല അത് അവിടെ എവിടെയും നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സങ്കടമല്ല, നിങ്ങൾക്കൊരു എപ്പോഴും ഒരു സംതൃപ്തി ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. അത് വരണമെങ്കിൽ ആ ലെവൽ ഓഫ് സറണ്ടറിങ് എനർജി അല്ലെങ്കിൽ അത്രയും നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം യൂണിവേഴ്സിൽ കണക്റ്റഡ് ആയിരിക്കണം, അത്രത്തോളം നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കണം. ആ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റീനെ, നിങ്ങളുടെ ആ ഒരു ആത്മീയ യാത്രയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഒന്നാകാം, ഒന്നിൽ കൂടുതലാകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. മറ്റൊരാൾ നിർബന്ധിച്ച് ചെയ്യുന്നതായിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നാമജപമാണെങ്കിലും ചിലപ്പോൾ എന്നൊന്നും ആരാധനാലയങ്ങളിൽ പോകുന്നതാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ പോയിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അതുപോലെ പ്രാർത്ഥനയിൽ എന്താ ചെയ്യേണ്ടത്? സറണ്ടറിങ്ങിന്റെ വേറൊരു ഇതാണ്, എനിക്കത് തരണം, ഇത് തരണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ഒരിക്കലും പറയരുത്. ഓക്കെ. എപ്പോഴും എങ്ങനെയാ പറയേണ്ടത്? നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി, എല്ലാത്തിനും നന്ദി പറയാ. ഇനി ജീവിതത്തിലേക്ക് കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങൾക്കും നന്ദി പറയാം. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അതൊരു സറണ്ടറിങ് എനർജിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുമല്ലോ, അത് എനിക്ക് തരണേ എന്ന് പറയുന്നതിന് പകരം അതെനിക്ക് നൽകിയതിന്, ഞാൻ ആഗ്രഹിച്ച പോലെ സന്തോഷം സമാധാനം നിറഞ്ഞ ജീവിതം എനിക്ക് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു, ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഓക്കെ. അപ്പൊ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമാണ് അവിടെ സന്തോഷം സമാധാനം നിറഞ്ഞ ജീവിതം. അതിനെ നമ്മൾ ഒരു യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നൽകിയതിന്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു വിശ്വാസമാണ്, എന്ത്, നമുക്കത് ലഭിക്കും, യൂണിവേഴ്സ് അത് തരും. പക്ഷെ അതെങ്ങനെ വരും, എപ്പോൾ വരും എന്നൊന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ലഭിക്കും, ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു എനർജിയിലേക്ക് നമ്മൾ എത്തും. അത് നമ്മൾ കോൺസ്റ്റന്റ്ലി പറയുമ്പോൾ, അതിന് എന്നും പറയുമ്പോൾ, അത് നമ്മുടെ വിശ്വാസമായിട്ട് പറയും. അതായത് നമുക്കത് അത്രയും ഉറപ്പാണ്. അതൊരു എന്താ പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പോ ഇല്ല. അത് ഇപ്പോഴത്തെ കറന്റ് റിയാലിറ്റി ആണ് എന്നുള്ളതിലേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാ തോട്ട് മാറും. ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ കറന്റ് റിയാലിറ്റി ആണ് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന, ഇപ്പൊ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളാണ്, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നൽകിയതിന് ഞാൻ കോടി നന്ദി പറയുന്നു, ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ അവിടെ ജോലി കിട്ടിയിട്ടില്ല, പക്ഷെ ജോലി കിട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അത് തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാണ്. അതങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് ഇപ്പുറത്ത് എടുക്കുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കും. മനസ്സിലായി? നമ്മുടെ സബ് കോൺഷ്യസിൽ കാരണം ഫീഡ് ആവാണ്, നമുക്കത് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു എന്നതുപോലെ നിങ്ങളോട് ഇവിടെ അതാ പറയണേ. ഒരു തരത്തിലും തടസ്സങ്ങൾ നിൽക്കാതെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ സ്വീകരിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ സറണ്ടർ ചെയ്ത് ഇന്നത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ജീവിതത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. അതിന് നിങ്ങളെ ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ. അതിൽ നിങ്ങൾ ആത്മീയ തലത്തിൽ കൂടുതൽ ഉയരുമ്പോഴാണ് നിങ്ങൾക്കിത് നടക്കുക. ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കുക. അതങ്ങനെ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കൃത്യമായി നിരന്തരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അത് അത്രയും അതിൽ ഒരു എന്താ പറയേണ്ട ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 2026 ഞാനൊരു ടാരോ ഗൈഡൻസ് പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിവസേന 5 സ്ലോട്ടേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരിമിത കാലത്തേക്കാണ് ഈ ഓഫർ ഉള്ളത്. ഇതൊരു പേഴ്സണൽ റീഡിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാക്കേജിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അത് എന്താ പറയാ, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വില വിവരങ്ങളും മറ്റും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൂടെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ ദയവ് ചെയ്ത് നൽകിയിരിക്കുന്ന നമ്പറിൽ ഫോൺ വിളിക്കാതിരിക്കുക. ഓക്കെ. കോളുകൾ എടുക്കാൻ സാധിക്കുന്നതല്ല, മെസ്സേജ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3, അതായത് മേടക്കൂറിൽ ജനിച്ചവർക്ക് റീഡിംഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.